സമരം നടക്കുന്നില്ല. അല്ലല്ല അവിടെ എത്തിയിട്ട് പോവും, പെരുമാൾ വരെ എത്തിയിട്ട് പോവും. നിങ്ങളൊന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പോലീസെല്ലാം വന്നപ്പോൾ കംപ്ലീറ്റ് ഇടപെട്ട് അപ്പം തന്നെ ഇടപെട്ട് രണ്ടാമതും ഓർഡറായി അവർക്ക് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ പിന്നെ കോടതിയിലൊക്കെ ചോദിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഡയറക്ഷൻ അല്ല, അന്ന് സാർ ഇടപെട്ടുകൊണ്ടാണ് കംപ്ലീറ്റ്. എനിക്ക് മനസ്സിലാക്കി അത് വീണ്ടും വരുന്നുണ്ട്. നിവേദനം ഞാനത് വെച്ചിട്ട് കേന്ദ്രമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്നത് പ്രകാരം അത് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതാണ്. ഇനി അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം റെയിൽവേ സ്റ്റേഷൻ. അപ്പം പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാനിപ്പോൾ തന്നെ അവരോടൊന്ന് സംസാരിച്ചിട്ട് തിരിച്ച് പന്തലിലേക്ക് കൊണ്ടുവരും. ഒരു രക്ഷയില്ല. പിന്നെ ഒരു സൊല്യൂഷൻ ഇത് വേണമെങ്കിൽ from the ground, but it must not be a rat. What last? And then you can inspect that area. So thus you are wasting this public money. You also not that happen. So we will sit on the plan. About 600 meters, then like you can go to the
I can understand practically. വോട്ടിറങ്ങുന്ന പാർട്ടിയല്ല. മാറുക ഏട്ടാ ഏട്ടാ അപ്പം പിന്നെ അവർ പറഞ്ഞാണെന്ന് പറഞ്ഞു ഇവിടെ സർവീസ് റോഡ് ചെയ്യുകയാണ് അതിൻ്റെ കൂടെയുള്ളത് ഇവിടുന്ന് 3 കിലോമീറ്റർ സർവീസ് റോഡ് കണ്ടു കഴിഞ്ഞുള്ളതാണ്. ഇവിടെ പോയി ഇങ്ങനെ തിരിച്ച് വന്നാൽ 10 കിലോമീറ്റർ പിന്നെ ആ പറയുന്നത് പറയുന്നത് ഇവിടെ അതിലൊക്കെ നമുക്ക് റിമാർക്സിലൊക്കെ എടുക്കാറുണ്ട് എന്നുള്ള പേരിലാണ് അപ്പോൾ ആ റിമാർക്സ് ഇവിടെ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷനെ ബാധിക്കാത്ത തരത്തിലാണ് തരികയാണെങ്കിൽ അതിൻ്റെ ഒരു അവസാന ശ്രമങ്ങൾ ഒന്നും കൂടെ പോസിറ്റീവ് അവരത് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ തീരുമാനം നമുക്ക് പ്രഖ്യാപനമായിട്ട് വെറുതെ ആൾക്കാർക്ക് കള്ളം പറയാൻ പാടില്ല. ഇന്നിപ്പോൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടെ ആക്കി കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ അടുത്തടുത്ത ഗ്യാപ്പിൽ കഴിഞ്ഞ നിവേദനത്തിൽ എത്ര എന്നാലും അതുകൂടെ നമുക്ക് വലിയ ലോങ് ടൈം ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് അതുകൊണ്ട് സാധനം റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഒരു സമയം കൂടെ നടത്തി ആ സമയം കൂടെ ഞാൻ നടത്താം. അവർ ഗ്യാരണ്ടി ഒന്നും ഉറപ്പൊന്നും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെ പേരിൽ പ്രൊജക്റ്റ് കൈ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രശ്നവും പോസ്റ്റ് അവരുടെ മേഖലയിലുള്ള അവസാനം 22-ാം സന്ദർശിച്ചിട്ടുണ്ട്. MP പറഞ്ഞത് നിതിൻ ഗഡ്കരിജിയുമായി സംസാരിച്ചിട്ട് അടിയന്തരമായി സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇരിക്കാന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ MP സംസാരിച്ചിട്ടുള്ളത്. ഒന്നുകൂടി കാണാം, ഞങ്ങൾ അതിൻ്റെ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു, അവരുമായിട്ട് MP സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൺസ്ട്രക്ഷൻ്റെ കാര്യവും പിന്നെ അകലത്തിൻ്റെ കാര്യമൊക്കെ 710 മീറ്ററാണ് പറയുന്നത്. 710 മീറ്റർ അല്ല, 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. തിക്കോടി പഞ്ചായത്ത് ബസാറിൽ നിന്ന് നന്ദി ബസാറിലേക്ക് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 3.5 കിലോമീറ്റർ ദൂരം ചുറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. റോഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരാൾക്ക് തിക്കോടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ഈ 3.5 കിലോമീറ്റർ 7 കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം എത്താൻ. തിരിച്ചു പോകുമ്പോൾ അതേപോലെ അത്രയും ദൂരം തന്നെ കവർ ചെയ്തിട്ട് പോകണം. ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു സാധാരണ ഏറ്റവും ചെറിയൊരു അടിപ്പാത ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയാൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് പിന്മാറാതെ ടിക്കോടിയുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരത്തിന്റെ മുമ്പിൽ ഉണ്ടാവും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 710 മീറ്റർ എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വം മാത്രമാണ്. ഇവിടെ 2 കിലോമീറ്ററിനുള്ളിൽ 4 അടിപ്പാത കൊടുത്ത് എടക്കാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കോഴിക്കോട് ജില്ലയിലുണ്ട്, കണ്ണൂർ ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിൽ 250-300 മീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു സാങ്കേതിക പ്രശ്നം പറയാന്നല്ലാണ്. ഇതിന് തക്കതായ ഒരു കാരണങ്ങളല്ല.
ജനങ്ങളുടെ ആവശ്യത്തിന് മുന്നിലാണ് ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വികസനത്തിനൊന്നും തിക്കോടിയിൽ ജനങ്ങൾ ഒരു കാലത്തും എതിർന്നിട്ടില്ല. തൃപ്തരാണെന്ന് MP സംസാരിച്ചതിന് ശേഷം നമുക്ക് മറുപടി തരാമെന്നാണ്. ഇനിയിപ്പോൾ MP-ൻ്റെ അടുത്ത് നോ ആണ് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ റോഡുമ്പോൾ കിടക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. ഞങ്ങൾക്ക് ഇത് കിട്ടാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കുള്ളത് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ സംഭവം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ മുന്നോട്ട് കൊണ്ടു. 2 വർഷത്തോളമായി ഇത്രയും വലിയൊരു സമരം ഏത് സ്ഥലത്തും നടന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് സമരം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും അടിപ്പാത അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മടപ്പള്ളിയിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം സമരം തുടങ്ങി, 2 മാസമായിട്ടുള്ള സമരം തുടങ്ങിയിട്ട് അവിടെ അടിപ്പാത അനുവദിച്ചു. രമ MLA ബഹുമാനപ്പെട്ട MLA രമ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ആനിക്കാട് അനുവദിച്ചു, ഇരിങ്ങൽ അനുവദിച്ചു, പയ്യൂർ ഹൈസ്കൂളിനടുത്ത് അനുവദിച്ചു. ഇതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ തിക്കോടിക്ക് മാത്രം എന്താണ് ഇത് കിട്ടാനുള്ള താമസമുള്ളത് നമുക്ക് മനസ്സിലാകുക. ഇതിലെന്തോ പ്രഷർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഞങ്ങൾക്കിത് കിട്ടിയേ തീരും. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വേണ്ടില്ല, ആരാണോ ഞങ്ങൾക്ക് ഇത് അനുവദിച്ചാൽ അതാണ് ഞങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ടാവും. ആരുടെ ഭാഗത്തു നിന്നാണോ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം കിട്ടുന്നത്, ആ കിട്ടുന്നത് വരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.